ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷം എന്നാൽ എന്ത് എന്ന വിഷയത്തെ ആധാരമാക്കി കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ചില വസ്തുതകൾ നാം ചിന്തിക്കുകയുണ്ടായി. അതിന് ആധാരമായിട്ട് നാം എടുത്തതായിരിക്കുന്ന വേദഭാഗം 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ആയിരുന്നല്ലോ. അതിപ്രകാരമാണല്ലോ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാകുന്നു സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഉൾപ്പെടുന്നതാണ് സുവിശേഷം. ഇത് നാം കാണുന്നു. ഈ സുവിശേഷവുമായിട്ടാണ് ഞങ്ങൾ തെരിക്കോടുകളിലും കവലകളിലും മറ്റും നിന്നുകൊണ്ട് ഞങ്ങൾ സുവിശേഷം അട്ടഹസിച്ച് ഘോഷിക്കുന്നത്. ഇതിനൊരു കാരണവും കഴിഞ്ഞ എപ്പിസോഡ് നാം ചിന്തിക്കുകയുണ്ടായി. അത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. അത് ഇപ്രകാരമാണ്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. സകല ലോകത്തിൻ്റെയും സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായിട്ടാണ് യേശു ക്രിസ്തു ജനിച്ചത്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് വേറെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും പേര് പറയുവാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ജനിച്ചത്. അത് ജനിച്ചതിൻ്റെ ഉദ്ദേശവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതുപോലുള്ളതായിരിക്കുന്ന ഒരു ജനനം നമുക്ക് ഒരിടത്തും കാണുവാൻ തക്കൊന്നും കഴിയുകയില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കൊണ്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ 33.5 വർഷക്കാലത്തെ ജീവിതത്തിൽ കൂടെ നാം ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ആ ജനനത്തോടുള്ള ബന്ധത്തിൽ, ആ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ 3 വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം 8 ഭാഗമായിട്ട് കഴിഞ്ഞ എപ്പിസോഡ് പറയുണ്ടായി. അതിൽ ജനനം മാത്രമാണ് എപ്പിസോഡ് 1-ൽ 2-ലായിട്ട് നാം ചിന്തിച്ചത്. അതിനുശേഷം ജീവിതം, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, വീണ്ടും വരവ്, ന്യായവിധി, ഈ വിഷയങ്ങളെ ഓർത്ത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്താവിഷയം യേശു ക്രിസ്തുവിൻ്റെ 33.5 വർഷക്കാലത്തെ ജീവിതം. ഈ 33.5 വർഷക്കാലത്തെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലൊരു വ്യക്തി ഉലകത്തിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് തുലനപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ആരുമില്ല. അതുമാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് നാം പഠിക്കാൻ പോവുകയാണ്. ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയുമില്ല. എന്നാൽ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എപ്പിസോഡ് 2-ൽ പ്രസ്താവിച്ച കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേകത കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മീഖ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യം ഒരു പ്രവചനമാണ്. നാം ചിന്തിക്കുകയുണ്ടായി എപ്പിസോഡ് 2-ലെ അനേക പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. അതോട് ചേർന്ന് ഈ ഭാഗം കൂടി നാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മീഖ 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിൽ അധിപതിയായിരിക്കുന്ന എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഇവിടെ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വേണ്ടി വരും എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഈ പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ടതായിരിക്കുന്ന അത് ലൂക്കോസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ലൂക്കോസ് 2-ന്റെ 1 മുതൽ 7 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ തൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിലുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ ആ പശുത്തൊട്ടിയിൽ കിടത്തി. ഇനിയും മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ഉം
5ഉം 6ഉം വാക്യങ്ങൾ കൂടി വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിലെ ബേത്ലഹേമിൽ ജനിച്ചു. ബേത്ലഹേമിലാണ് താൻ ജനിക്കുന്നത്. എന്നാൽ കാലത്ത് യേശു യഹൂദിലെ ബേത്ലഹേമിൽ ജനിച്ചു. അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത് 5ഉം 6ഉം വാക്യത്തിൽ അവർ അവനോട്, യഹൂദിലെ ബേത്ലഹേം തന്നെ, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഇവിടെ നമുക്ക് ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഇവിടെ ചില ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ ആരുടെയും മനസ്സിൽ ഉദിച്ചുയരാൻ സാധ്യതയുണ്ട്. അതായത്, പൂർണ്ണ ഗർഭിണിയായ മറിയ എന്ന പെൺകുട്ടി എങ്ങനെ നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു? നാട്ടിൽ നടപ്പനുസരിച്ചാണെങ്കിൽ ആദ്യം പ്രസവം പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് അല്ലേ നടക്കേണ്ടത്? അല്ല, പെൺകുട്ടിയുടെ അമ്മ ഈ അവസ്ഥയിൽ എങ്ങനെ ബേത്ലഹേമിലേക്ക് പോകുവാൻ അനുവദിച്ചു? അന്നത്തെ യാത്ര നാം ഇന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഫ്ലൈറ്റിലോ കാറിലോ ട്രെയിനിലോ അല്ലല്ലോ. ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടി അത് ഏകദേശം നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് കടന്നു വരുവാൻ ഏതാണ്ട് 80 മൈൽസ് ഉണ്ട്, ഏതാണ്ട് 140 കിലോമീറ്റർ ഉണ്ടെന്ന് അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ യാത്ര ഒരുപക്ഷെങ്കിൽ അവർ ഒട്ടകത്തിലോ കഴുതയിലോ കുതിരയിലോ ആയിരിക്കണമല്ലോ യാത്ര ചെയ്യേണ്ടത്. മാത്രമല്ല, അവരുടെ ഭർത്താവായ യോസേപ്പ് എങ്ങനെ ഇതിന് സമ്മതിച്ചു? അഗസ്തോസ് കൈസരുടെ കൽപ്പനയാണ് ചാർത്തപ്പെടേണ്ടതെങ്കിൽ സ്വന്തം പട്ടണത്തിലേക്ക് വരണമെങ്കിൽ യോസേപ്പ് മാത്രം പോയാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെ സംഭവിക്കേണ്ടത് മുകളിൽ ആദ്യം വായിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഒരു പ്രാവശ്യം കൂടി ആ വേദഭാഗം വായിക്കുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, നീയല്ലോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അത് ഈ പ്രവചനം മീഖ 5:2 രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചനം നിവൃത്തിയാകണമെന്നുണ്ടെങ്കിൽ ഈ മറിയം യോസേപ്പുമായിട്ട് നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിൽ വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. എത്രമാത്രം കാഠിന്യമേറിയിരിക്കുന്ന ഒരു യാത്രയാണ് എങ്കിൽ തന്നെയും പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും യാത്ര ചെയ്യുവാൻ പാടില്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി ആണ് എങ്കിൽ തന്നെയും ആ പ്രവചനം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ മറിയ അവിടെ ബേത്ലഹേമിൽ എത്തിയെങ്കിൽ മതിയാകുകയുള്ളൂ. ബേത്ലഹേമിൽ എത്തിയിട്ട് അവിടെയാണ് ആ ശിശു ജനിക്കേണ്ടത്. പ്രിയരെ, നോക്കുക, ബൈബിളിലെ വസ്തുതകൾ എത്രമാത്രം സത്യമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്നുള്ളത്. മീഖ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരിക്കുന്ന ആ ബേത്ലഹേമിൽ ഒരു ശിശു ജനിക്കേണ്ടതാണെന്നും ഈ മറിയം പൂർണ്ണ ഗർഭിണിയായിട്ട് നസ്രയത്തിലായിരിക്കുന്നു. എന്നാൽ അവൾ അവിടെ നിന്ന് എല്ലാ കഷ്ടതയും ധരണം ചെയ്തുകൊണ്ട് ഏത് കഷ്ടതയും അത് അഭിമുഖീകരിക്കുവാൻ തയ്യാറാണെന്ന് പരിശുദ്ധാത്മാവ് അവളെ പ്രേരണ കൊടുത്തുകൊണ്ട് അവൾ ബേത്ലഹേമിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്കൊരു സന്ദേശമുണ്ട്. അത് ദൈവത്തിന് നമ്മെ ഏവരെയും കുറിച്ച് ഓരോ പ്ലാനുകളുണ്ട്. എത്ര പ്രയാസമേറിയതാണെങ്കിലും ദൈവ ആലോചന അനുസരിച്ച് നാം ജീവിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, തൻ്റെ 33 വർഷക്കാല ജീവിതവും മറ്റുള്ള ആരുടെയും ജീവിതവുമായിട്ട് തുലനം ചെയ്യുവാൻ കഴിയാത്തതായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ അറിവിൽ യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ച വേറെ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? അനേക മഹാന്മാർ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തി ഇതുവരെയും ഉലകത്തിൽ ജനിച്ചിട്ടില്ല. ആരുമായിട്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ഇന്ന് ഈ ലോകത്തിൽ ഇതുപര്യന്തം ജീവിച്ചിട്ടുള്ള ആരുമായിട്ടും നമുക്ക് തുലനം ചെയ്യുവാൻ കഴിയില്ല. ഇങ്ങനെ പറയുവാൻ കാരണമുണ്ട്. എന്താണ് തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്? എന്താണ് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് തുലനം ചെയ്യുവാൻ പാടില്ലാത്തതായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. ചിലത് മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി
പരീക്ഷിക്കപ്പെട്ടവനത്രേ, പാപം ഒഴികെ. പാപമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു പാപം ഇല്ലാത്തവനായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല 1 പത്രോസ് 2:22 നാം വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. 33 വർഷത്തെ ജീവിതം കൊണ്ട് താൻ അത് തെളിയിച്ചു. ഇതുപോലെ അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ചരിത്രത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തെ നോക്കിക്കൊണ്ട് പറയുവാൻ തൊക്കെ കഴിയുമോ? ഇല്ലേ, ഇല്ല. അതുമാത്രമല്ല, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പാപം അറിയാത്തവൻ. 1 പത്രോസ് 2:22 പത്രോസ് എന്താണ് പറയുന്നത് അറിയാമോ? അവൻ പാപം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല 1 പത്രോസ് 1:18 പറയുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നിർദോഷന്റെ നിഷ്കളങ്കനായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ എന്ത് പറയുന്നു നോക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 5-ാം വാക്യം, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:6 പറയുന്നുണ്ട്, അവനിൽ പാപം ഇല്ല. ഇവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതായിരിക്കുന്ന ഇസ്കറിയോത്ത് യൂദ എന്താണ് പറഞ്ഞതെന്നറിയാമോ? മത്തായി എഴുതിയ ശേഷം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഞാൻ കുറ്റമില്ലാത്തവനെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. ഞാൻ തെറ്റ് ചെയ്യാത്തവനെ, ഞാൻ പാപം ചെയ്യാത്തവനെ ഞാൻ കാണിച്ചു കൊടുത്തു, അങ്ങനെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പീലാത്തോസ് എന്താണെന്ന് പറയാം. പീലാത്തോസ് യേശു ക്രിസ്തുവിനെ വിധിച്ചതല്ലേ? പീലാത്തോസിന് എല്ലാ അധികാരവും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ പീലാത്തോസ് എന്ത് പറയുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിലെ, മഹാപുരോഹിതന്മാരോടും പുരുഷന്മാരോടും ആയിട്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പ്രിയരെ, ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന് തുല്യനായിട്ട് ഉലകത്തിൽ ആരുമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുവാനായിട്ട് ഞങ്ങൾക്ക് ആ പ്രേരണ ലഭിച്ചിരിക്കുന്നത്. ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിബന്ധങ്ങളുടെ മുൻപാകെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഏത് നിന്ദയ്ക്കും പരിഹാസത്തിനും അത് ഏറ്റുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നതിന് കാരണം ഇത് മാത്രമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അത് ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു. സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവാണ്. ഇതുപോലൊരു വ്യക്തി ഉലകത്തിൽ വേറെ ആരെയും നമുക്ക് കാണുവാൻ കഴിയില്ല. തീർന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? മത്തായി 27-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് കേട്ടോ. ആ നീതിമാൻ, അവൻ നീതിമാനായിരുന്നു. ആരെ? കർത്താവായ യേശു ക്രിസ്തു നീതിമാനായിരുന്നു. പീലാത്തോസിനോട് പറയാണ്, ഭാര്യ പറയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഒരു ശതാധിപൻ എന്താണ് പറയുന്നത്? ലൂക്കോസ് 23-47-ാം വാക്യത്തിൽ, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. അതുപോലെ തന്നെ പത്രോസ് അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 3:14 പറയുന്നുണ്ട്, പരിശുദ്ധനും നീതിമാനും. അതുമാത്രമല്ല, യേശു ക്രിസ്തു നിന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ചലഞ്ച് ചെയ്തു. ഒരു വെല്ലുവിളിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമോ? ആർക്കും അതിന് മുൻപോട്ട് വന്ന് ഉത്തരം കൊടുക്കുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഇത്രമാത്രം പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ വന്നത് ലോകരക്ഷിതാവായിട്ടാണ് വന്നത്. ലോകത്തിന് പാപത്തിൽ നിന്ന് പരിഹാരം കൊടുക്കുവാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ പാപമില്ലാത്തവനായി ജീവിച്ച ആരുണ്ട്? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇതുപോലെ ജീവിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ കർത്താവിനെ പ്രസംഗിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ തെരുവുകളിൽ കടന്നുപോയി കവലകളിൽ പോയി നിന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത്. ഇതുകൊണ്ടാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം ഇവയാകുന്നു സുവിശേഷം. ഇതാകുന്നു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇതാണ് എൻ്റെ സുവിശേഷം. ഇത്രമാത്രം പരിശുദ്ധനായ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് സർവ്വജനത്തിൻ്റെയും അവരുടെ പാപങ്ങൾ നിരീക്ഷിപ്പാനാണ്. ഞാൻ മുമ്പ് വായിച്ചല്ലോ, മത്തായി 1:21. മാത്രമല്ല, ലൂക്കോസ് 2:10 സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇത് സർവ്വജനം എന്ന് പറയുമ്പോൾ പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ജാതിയും മതവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല.
ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നവനല്ല, യഹൂദന്മാർക്ക് വേണ്ടി വന്നവനല്ല. ജാതികളായിരിക്കുന്നവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അവൻ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് സർവ്വജനത്തിനും വേണ്ടിയാണ്, സർവ്വലോകത്തിലെ സകലമാന ജനങ്ങൾക്കും വേണ്ടിയാണ്. ഒരുപക്ഷെങ്കിൽ നീ വിദ്യാവിഹീനനായിരിക്കാം, വിദ്യാപണ്ഡിതനായിരിക്കാം, കുബേരനായിരിക്കാം, കുചേലനായിരിക്കാം, വെളുത്തവനായിരിക്കാം, കറുത്തവനായിരിക്കാം, എന്നാൽ സകലമാന ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ സകല ലോകജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുമോ? ഈ വാർത്ത സുവാർത്തയല്ലേ? ഇതൊരു സുവിശേഷമല്ലേ? ഇത് നമ്മുടെ സഹജീവികളോട് പറയുവാൻ നമുക്ക് കടപ്പാടില്ലേ? ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ രക്ഷയുടെ ഈ മഹാസന്തോഷത്തിൻ്റെ ദൂത് അറിയിക്കേണ്ടത് ആരാണ്? ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നാം ചെയ്യേണ്ടതല്ലേ? ഇന്ന് നീ മൗനമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശിക്ഷാവധി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ രക്ഷയുടെ ഈ മഹാസന്തോഷത്തിൻ്റെ ദൂത് ആർക്കു വേണ്ടിയുള്ളതാണ്? ചില ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് തങ്ങളുടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. ഒരു കാര്യം തറപ്പിച്ച് ഞാൻ പറയട്ടെ, ഏത് സഭയിൽപ്പെട്ടവനായിരുന്നാലും, ബ്രദർ സഭയിലായിരുന്നാലും, പെന്തിക്കോസ് സഭയിലായിരുന്നാലും, കത്തോലിക്ക സഭയിലായിരുന്നാലും, ഓർത്തഡോക്സ് സഭയിലായിരുന്നാലും, യാക്കോ സഭയിലായിരുന്നാലും, എവിടെയും ആയിക്കൊള്ളട്ടെ, താങ്കളോ താങ്കളുടെ മക്കളോ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയാണ് രക്ഷ അവകാശമാക്കേണ്ടത് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇപ്രകാരം നിങ്ങൾ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഞാൻ പാപിയാണ്, ജന്മനാ പാപിയാണ്, മാത്രമല്ല കർമ്മണ ഞാൻ പാപിയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം അഥവാ നരകം ആണ്. എന്നാൽ എന്നെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ വഹിക്കേണ്ടതിന് പകരം എൻ്റെ പാപവും പേരിക്കൊണ്ട് കാൽവരി ക്രൂശിൽ പോയി മരിച്ചു, യാഗമായി മരിച്ചു, തൻ്റെ ജീവനെ അവിടെ അർപ്പിച്ചു. ക്രൂശിൽ മരിച്ച് ജീവിച്ച് ഈ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ പാപത്തെ അവിടുന്ന് ക്ഷമിച്ച് അങ്ങ് എന്നെ അങ്ങയുടെ മകളാക്കി തീർക്കണേ. ഈ പ്രാർത്ഥനാ ശബ്ദം താങ്കളുടെ ഹൃദയത്തിൽ അന്തർഭാഗത്തു നിന്നാകുന്നു എങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ ഒരു മകളായി തീരും. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ താങ്കളൊരു പുതിയ സൃഷ്ടി മാത്രമെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വഭാവത്തിന് പൂർണ്ണമായ മാറ്റം വരും. യേശു ക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിലെല്ലാം തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് നമുക്ക് തുലനം ചെയ്യുവാൻ തക്കോണം കഴിയയില്ല. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ആ സുവിശേഷം നാം കടന്നു ചെല്ലുമ്പോൾ തന്നെപ്പറ്റി, തൻ്റെ മരണത്തെപ്പറ്റി, തൻ്റെ ഉയർപ്പിനെപ്പറ്റി, തൻ്റെ ജനനത്തെപ്പറ്റി നാം ഘോഷിക്കുകയാണ്. എന്തിനാണ് ഘോഷിക്കേണ്ടത്? സകലമാന ജനത്തിനും വേണ്ടിയുള്ളതായിരിക്കുന്ന ആ രക്ഷ വലിയവനായിരിക്കുന്ന ദൈവം ക്രിസ്തുവിൽ കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ലഭിക്കേണ്ടതായിരിക്കുന്ന മഹാസന്തോഷം. ഇന്ന് നീ സന്തോഷമില്ലാത്തവനായിരിക്കുന്നുവെങ്കിൽ, സമാധാനമില്ലാത്തവനായിരിക്കുന്നുവെങ്കിൽ, ഇതാ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അറിയാമോ? നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ആഹ്വാനം ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഞാൻ തരുന്ന ആശ്വാസം ലോകം തരുന്ന പോലെയല്ല, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് ഞാൻ നിങ്ങളെ നിറയ്ക്കും. ആഹ്വാനം ഇന്നും നിങ്ങളുടെ മുൻപാകെ കടന്നു വന്നിരിക്കുകയാണ്. ഈ വചനത്തിൽ കൂടി നിങ്ങൾ ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം, ആ രക്ഷയെ കൈവശമാക്കുവാൻ തക്കവണ്ണം ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാഗത്ത് വീട് തിരികെ കടന്നു വരിക. ഞാൻ മുകളിൽ പറഞ്ഞതായിരിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപാടുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മകനായിത്തീരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായിത്തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് ആ നല്ല സ്വർഗത്തിൽ നമുക്ക് വസിപ്പ്, ദൈവത്തോടൊപ്പം നമുക്ക് വസിപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ആയിരിക്കാൻ തക്കണം കഴിയും. ഈ വചനം മുഖാന്തരം ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം അനേകർ ഈ വാക്കുകൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയം ആസന്നമായിരിക്കുമ്പോൾ അനേകർക്ക് ഈ വചനം അത് പ്രയോജനപ്രദമാകട്ടെ. അനേകർ രക്ഷയെങ്കിലേക്ക് കടന്നു വരട്ടെ. അനേകർ സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം ലഭിക്കട്ടെ. നമുക്കറിയാം,
ഇന്ന് തിരുക്കവലുകൾ പോയി നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കണം കഴിയുന്നില്ല. സ്വന്തം വീട്ടിൽ പോലും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കണം അനുവാദമില്ലാത്തതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവിട്ട് ഈ ചാനൽ, ഈ മെസ്സേജുകളെല്ലാം തന്നെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിലും അനേകർ അറിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടതായിരിക്കും സമാധാനവും സന്തോഷവും തരട്ടെ. ഈ വാക്യമുഖാന്തരം നാം ഓരോരുത്തരെയും വലിയവനായിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.